കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഒന്നൊരാൾ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നു. അപ്പോൾ ടോയ്ലറ്റ് വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. എന്നിട്ട് അവർ തന്നെ പറയുന്നു, ഞാൻ ഇപ്പം വലിയ കടബാധ്യതയിലാണ് നിൽക്കുന്നത് എന്ന് അവർ തന്നെ പറയുന്നു. എന്നിട്ട് അവർ പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഈ ടോയ്ലറ്റ് മാറ്റാൻ പറ്റത്തില്ല എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങൾ കാണും. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു ടോയ്ലറ്റ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും ഒരു ടോയ്ലറ്റിന് ചിലവാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആ ഒരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാകാം. അതല്ലെങ്കിൽ അവർ ആ വെച്ചാക്കുന്ന വീടിൻ്റെ ആ ഒരു ഘടനയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ റൂമിനകത്ത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വയ്യാത്തൊരു വ്യക്തി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു ടോയ്ലറ്റ് ആയിരിക്കും. അപ്പോൾ ആ ടോയ്ലറ്റ് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ വസ്തു അത്രയേ കാണത്തുള്ളൂ, വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പണിയാനുള്ള ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു സൗകര്യമോ അവിടെ ഉണ്ടായിരിക്കില്ല. അങ്ങനെ കാരണങ്ങൾ പലതായിരിക്കാം. അപ്പം എടുത്തു പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആ ടോയ്ലറ്റ് അവിടെ നിന്ന് മാറ്റുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പം ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ടോയ്ലറ്റുകളുണ്ട്. അപ്പം മാറ്റാൻ സാഹചര്യമുള്ളവർ ടോയ്ലറ്റ് മാറ്റുക. തെക്ക് കിഴക്ക്, അതായത് സൗത്ത് ഈസ്റ്റ് അഗ്നികോണിൽ നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും മാറ്റുക. അതല്ല, നിങ്ങൾക്കത് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിൻ്റെ പരിഹാരങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പരിഹാരങ്ങളെ തേടി പോകുമ്പോഴാണ് ഫെങ്ഷുയുടെ മഹത്വം. അപ്പം ഫെങ്ഷുയിൽ അതിന് പരിഹാരമുണ്ട്. തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വരുന്ന എലമെൻറ്റ്, അപ്പോൾ ഒരു പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട്, അതായത് 5 എലമെൻറ്റ്സിനെ വെച്ചിട്ടാണ് നമ്മുടെ ഫെങ്ഷുയുടെ ബാലൻസിങ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് സൗത്ത് ഈസ്റ്റിൽ വരുന്നൊരു എലമെൻറ്റ് എന്ന് പറയുന്നത് വുഡ് എലമെൻറ്റാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ വരുന്നൊരു വുഡ് എലമെൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി സൗത്ത് ഈസ്റ്റിൽ ടോയ്ലറ്റ് വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു വുഡ് എലമെൻറ്റാണ്. അപ്പോൾ ആ വുഡ് എലമെൻറ്റ് പിന്നെ അവിടെ നല്ലതല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ വുഡ് എലമെൻറ്റിനെ വീക്കാക്കാൻ വുഡിനെ വീക്കാക്കുന്ന എലമെൻറ്റ് ഏതാണെന്ന് നോക്കുക. എലമെൻറ്റ് നോക്കുമ്പോൾ അത് ഫയർ എലമെൻറ്റാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു റെഡ് ലൈറ്റ് തെക്ക് കിഴക്ക് ഭാഗത്തെ ബാത്റൂമിനകത്ത് ഫുൾ ടൈം 24 അവേഴ്സും അത് ഓൺ ചെയ്തെടുക്കുക. അത് ബൾബ് ഫ്യൂസ് ആവുന്ന സമയത്ത് നിങ്ങളത് മാറ്റുക. ഫ്യൂസായ ബൾബ് മാറ്റിയതിന് ശേഷം വീണ്ടും പുതിയ ബൾബ് ഇടുക. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ഇത് ചെയ്യുക, ഒരു റെഡ് ലൈറ്റ് ഇടുക. അടുത്തത് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗം ഓൾറെഡി വീക്കായല്ലോ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് നമുക്കൊന്ന് എൻഹാൻസ് ചെയ്യാം. നിങ്ങളുടെ വീടിന് പുറത്ത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ലക്കി ബാമ്പു പോലുള്ള ചെടികൾ നടുക. സൗത്ത് ഈസ്റ്റ് ഭാഗം നല്ല പ്ലാന്റുകൾ കൊണ്ട് നിങ്ങൾ എൻഹാൻസ് ചെയ്യുക. അങ്ങനെ സൗത്ത് ഈസ്റ്റിനെ എൻഹാൻസ് ചെയ്യുക. ഇനി നമുക്ക് വീടിൻ്റെ പുറത്ത് നമ്മൾ സൗത്ത് ഈസ്റ്റ് എൻഹാൻസ് ചെയ്തു, ടോയ്ലറ്റിനകത്ത് നമ്മൾ റെമഡി ചെയ്തു. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോയെന്നാണ് നോക്കുന്നത്. അപ്പോൾ സൗത്ത് ഈസ്റ്റിൻ്റെ സൗഭാഗ്യം എന്താണ്? സമ്പത്താണ്. അപ്പോഴത്തേക്ക് അവിടെ ടോയ്ലറ്റ് വരുമ്പോഴത്തേക്ക് ആ സമ്പത്ത് നശിക്കുമ്പോഴത്തേക്ക് സമ്പത്ത് നശിക്കുമ്പോൾ എന്താവും? അത് നമുക്ക് കടബാധ്യതയായി മാറും. അപ്പോൾ നമുക്ക് വീണ്ടും സാമ്പത്തികം വർദ്ധിക്കാൻ വേണ്ടി നമ്മളിതിനെ എൻഹാൻസ് ചെയ്യണം. അത് നമുക്ക് എവിടെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ ചെയ്യാം. ഡൈനിങ് ഹാളിൻ്റെ സൗത്ത് ഈസ്റ്റിൽ നിങ്ങൾക്ക് വെൽത്ത് സിമ്പിൾസായിട്ട് ഒരുപാട് സിമ്പിൾസുകൾ കിട്ടും. അപ്പം അത് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് സൗത്ത് ഈസ്റ്റ് എൻഹാൻസ് ചെയ്യാം. സൗത്ത് ഈസ്റ്റിൽ നിങ്ങൾക്കൊരു ഡബിളേറ്റ് സിമ്പിൾ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു വെൽത്ത് ഷിപ്പ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്ന മറ്റൊരു ടൂളെന്ന് പറയുന്നത് ലക്കി ബാമ്പ് വയ്ക്കാം. പശുവും കുട്ടിയുടെയും സ്റ്റാച്ചു വയ്ക്കാം. വെൽത്ത് ഷംബാല എന്ന് പറഞ്ഞിട്ടൊരു ഗോഡിൻ്റെ സ്റ്റാച്ചു വാങ്ങിക്കാൻ കിട്ടും, അത് വയ്ക്കാം. അങ്ങനെ പല ഡ്രാഗൺ ടോട്ടോയ്സ് എന്ന് പറയുന്നൊരു ലാഫിൻ ബുദ്ധയുണ്ട്, അത് വയ്ക്കാം. അങ്ങനെ പല ടൂളുകൾ ഉപയോഗിച്ച് എല്ലാ ടൂളുകളും വെക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് ക്രമീകരിച്ചാൽ എല്ലാ ടൂളും വെക്കേണ്ട കാര്യമില്ല. ഒരു ആവശ്യത്തിന് 1 or 2 ടൂളുകൾ ഒരു ദിക്കിൽ വെച്ചാൽ മതിയാവും. കൂടുതൽ ടൂളുകൾ വെക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്ന് എൻഹാൻസ് ചെയ്യാം.